പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 2 തെസ്സലോനിക്കർ 3:16 സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകലവിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ കർത്താവത്രേ. സമാധാനത്തിൻ്റെ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് അപ്പസ്തോലനായ പൗലോസ് ഹല്ലേലൂയ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. റോമാലേഖനം 15:33 ഇതേ പദം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം, സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ ദൈവം നമുക്ക് എന്താ ചെയ്തു തരുന്നത്? റോമർ 16:20 നാം ഇങ്ങനെ വായിക്കുന്നു, സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ഹല്ലേലൂയ. എല്ലാ പൈശാചിക ബന്ധനത്തെയും എല്ലാ പോരാട്ട ശക്തികളെയും നമ്മുടെ കാൽ കീഴിൽ ചതച്ചു കളയുവാൻ സമാധാനത്തിൻ്റെ ദൈവം മതിയായവനത്രേ. നാം സമാധാനത്തിൻ്റെ ദൈവമെന്ന് പറഞ്ഞ് കർത്താവിനെ ഉയർത്തുമ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. അവൻ ശത്രുക്കളെ നമ്മുടെ കാൽ കീഴിൽ ചതച്ചു കളയും. ഒരുപക്ഷെ ശത്രുവായവൻ ജീവിതത്തിൽ കൊണ്ടുവരുന്ന എല്ലാ പോരാട്ടങ്ങളെയും എല്ലാ ചലഞ്ചുകളെയും ഹല്ലേലൂയ നമ്മുടെ കാൽ കീഴിൽ കളയുവാൻ ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ പാമ്പുകളെയും തേളുകളെയും പിശാചിൻ്റെ സകല ബലത്തെയും ചവിട്ടും, ഒന്നും നിങ്ങൾക്ക് ഒരു നാളും ദോഷം വരുത്തത്തില്ല. ഹല്ലേലൂയ. നിങ്ങളെ ഞാൻ അയക്കുന്നത്, കർത്താവ് എവിടെങ്കിലുമൊക്കെ അയക്കുമ്പോൾ ആ പട്ടണങ്ങളിൽ, ആ നഗരങ്ങളിൽ, ആ വീടുകളിൽ കടന്നു ചെല്ലുമ്പോൾ ഒരു ശക്തികളും നിങ്ങൾക്ക് വിരോധമായി വരത്തില്ല. ഹല്ലേലൂയ. ഒരു ശക്തിയും നിങ്ങൾക്ക് വിരോധമായി പോരാടത്തില്ല. നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു അധികാരത്തെ തന്ന ദൈവം വിടുന്നത്. സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചു കളയും. ഹല്ലേലൂയ. തുടർന്നും നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു, സമാധാനത്തിൻ്റെ ദൈവം ചിലത് യഥാസ്ഥാനപ്പെടുത്തി നമ്മെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 13:11 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചു കൊള്ളുവീൻ, ഏക മനസ്സുള്ളവരായിരിക്കുവിൻ. ബിക്കോസ് ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ സമാധാനത്തോടെ ഇരിപ്പീൻ, സമാധാനത്തിൻ്റെ ദൈവം, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കണം. നിങ്ങൾ യഥാസ്ഥാനപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾ ആശ്വസിച്ചു കൊള്ളണം. നിങ്ങളെ അവൻ സന്തോഷിപ്പിക്കും. പ്രിയരെ, ഇന്ന് രാവിലെയും ഹല്ലേലൂയ സ്ഥാനം കെട്ടിക്കിടക്കുന്നത്, ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ ചിലതിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 13:20 നാം ഇത് തന്നെ വായിക്കുന്നുണ്ട്. സമാധാനത്തിൻ്റെ ദൈവം എന്തു ചെയ്യും? അവൻ യഥാസ്ഥാനപ്പെടുത്തും. ഹല്ലേലൂയ. പലതും സ്ഥാനഭ്രംശം പെട്ടുപോയത്, നഷ്ടപ്പെട്ടു പോയത്, ദൂരെ കിടക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറ്റപ്പെട്ടത്, ഹല്ലേലൂയ, അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ, യഥാസ്ഥാനപ്പെടുത്തുവാൻ സമാധാനത്തിൻ്റെ ദൈവം മതിയായവനാ. ജീവിതത്തിൽ ചിലതിനെ ഓർത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹല്ലേലൂയ സമാധാനം തരുന്ന, നിങ്ങളെ സമാധാനത്താൽ നിറയ്ക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം, ഹല്ലേലൂയ, മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പരിപാലിക്കും, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. നിങ്ങളെ എല്ലാ നന്മയിലും കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുമെന്ന് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. എല്ലാ നന്മയിലും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. പ്രിയരെ, ഇന്ന് പകൽക്കാലം നാം വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവം അത്രേ. അവൻ സമാധാനത്തിൻ്റെ പ്രഭു അത്രേ. അവൻ്റെ പേര് സമാധാനത്തിൻ്റെ ദൈവമെന്നാണ്. ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ ദൈവമാണോ കൂടെയുള്ളത്? ഹല്ലേലൂയ. അവൻ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നഷ്ടപ്പെട്ടതിനെ യഥാസ്ഥാനപ്പെടുത്തും. സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതയ്ക്കും. ഹല്ലേലൂയ. 1, കാൽക്കീഴിൽ ശത്രുവിനെ ചതച്ച് നിങ്ങൾക്ക് ജയം തരും. 2, അവൻ യഥാസ്ഥാനപ്പെടുത്തി തരും. എല്ലാ നന്മയെയും അവൻ യഥാസ്ഥാനപ്പെടുത്തും. ഇതാ മൂന്നാമത് മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കും.
ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 5-23 നാം ഇങ്ങനെ വായിക്കുന്നു, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അവൻ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹിയും ഹല്ലേലൂയ കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളെ അവൻ സൂക്ഷിക്കും, നിങ്ങളെ അവൻ പരിപാലിക്കും. നിങ്ങളുടെ സകല പാപത്തിൻ്റെ കറകളെയും അവൻ കഴുകി നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കി തീർക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിളിച്ചപേക്ഷിക്കാൻ പറ്റുമോ? ഈ പകൽക്കാലം ഒന്ന് നന്ദി പറയാൻ പറ്റുമോ? സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പരിപാലിക്കും. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാത്തവണ്ണം അവൻ നിങ്ങളെ പരിപാലിക്കും. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം, നന്ദി പറയാം. നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങയുടെ പേര് സമാധാനത്തിൻ്റെ പ്രഭു എന്ന, അങ്ങ് സമാധാനത്തിൻ്റെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചതുപോലെ ദൈവം ഇന്ന് പകൽക്കാലം ആലോചന തന്നതുപോലെ എല്ലാ ശത്രുവിൻ്റെ തന്ത്രത്തെയും ഞങ്ങളുടെ കാൽ കീഴിൽ ചതച്ച് കളയുന്നതിനാൽ സ്തോത്രം, സ്തോത്രം. കർത്താവേ, നീ എല്ലാ നന്മയിലും നിൻ്റെ മക്കളെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധിയോടെ വേർപാടോടെ പ്രാണനും ദേഹിയും ആത്മാവും കർത്താവെ ഒരുപോലെ ശുദ്ധീകരണത്തോടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനാൽ സ്തോത്രം. നീ നല്ലവനായ ദൈവം, വിശ്വസ്തനായ ദൈവം, വാക്കുമാറാത്തവനായ ദൈവം. കർത്താവേ, നീ ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തുന്നതിനാൽ സ്തോത്രം. ആമീൻ, ആമീൻ, ആമീൻ.